ആളില്ലാ യുദ്ധത്തിൽ പരിവർത്തനാത്മകമായ ഒരു കുതിച്ചുചാട്ടത്തിന് ഇന്ത്യൻ വ്യോമസേന അടിത്തറ പാകിയിരിക്കുകയാണ്. 4 ടൺ ഭാരമുള്ള ആന്തരിക ആയുധ ബേ ഉള്ള സൂപ്പർ ക്രൂയിസ് ശേഷിയുള്ള ഒരു സൂപ്പർസോണിക് അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ അഥവാ UCAVയുടെ വികസിപ്പിക്കാനുള്ള പദ്ധതികളോടെയാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു UCAV എത്തുകയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ ആയുധപ്പുരയിലെ ഒരു നിർണായക വിടവ് നികത്താൻ സഹായിക്കും. JJ-11 ഷാർപ്പ് സ്വാഡ് പോലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകൾ ചൈന വിന്യസിക്കുമ്പോഴും S-70 ഓക്ഡോക്കിനെ റഷ്യ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പ്രാദേശിക എതിരാളികളെ മറികടക്കാനും തോക്കെടുക്കാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് IAF തേടുന്നത്. 35-40 ടൺ ഭാരമുള്ള ഒരു UCAVക്ക് 1000 മുതൽ 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. പാകിസ്ഥാന്റെയോ ചൈനയുടെയോ ടിബറ്റൻ താവളങ്ങളുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളാൻ ഇതിന് സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ സൂപ്പർസോണിക് UCAV എന്ന് പറയുന്നത് ഒരു ദീർഘകാല പദ്ധതിയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതിന് ഏകദേശം 10 മുതൽ 15 വർഷമെങ്കിലും എടുക്കും. ഏകദേശം 2035-2040 ഇതിന്റെ ഇൻഡക്ഷൻ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. DRDOയുടെ കീഴിൽ ADA നിർദ്ദേശിച്ച സ്റ്റെൽത്ത് ഫോക്കസ്ഡ് ആളില്ലാ പ്ലാറ്റ്ഫോമായ ഖഡക് UCAV IAFന്റെ ഒരു ഹ്രസ്വകാല ശ്രദ്ധാ കേന്ദ്രമാണ്. 13 ടൺ പരമാവധി ടേക്ക് ഓഫ് ഭാരവും ഏകദേശം 1.5 ടൺ ആന്തരിക ആയുധ ബേ ശേഷിയുമുള്ള ഖദക് ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ആക്രമണങ്ങൾക്കും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ, ഇൻഫ്രാറെഡ് സപ്രഷൻ, എയറോഡൈനാമിക് ഷേപ്പിംഗ് എന്നിവയിലുള്ള ഇതിന്റെ സ്റ്റെൽത്ത് സവിശേഷതകൾ ശത്രു വ്യോമ പ്രതിരോധത്തെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് LOCയിലെ മത്സര അതിർത്തികളിലെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ്. 2022 സ്വിഫ്റ്റ് പറന്നത്. ഈ സ്വിഫ്റ്റിലെ മുൻകാല പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി ADA ഇപ്പോൾ ഖഡക്കിന്റെ വികസനം ത്വരിതപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുമുണ്ട്. ഇതിൽ നമ്മുടെ കാവേരി എഞ്ചിന്റെ ഒരു ട്രൈ വേരിയന്റ് ഉപയോഗപ്പെടുത്തുമെന്നും പറയുന്നു. അതായത് എൻഡുറൻസിലും പേലോഡ് ഡെലിവറിയും കേന്ദ്രീകരിച്ച് സബ്സോണിക് വേഗത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാവേരി എഞ്ചിന്റെ ട്രൈ വേരിയന്റ് ഖദക്കിൽ ഉപയോഗപ്പെടുത്തുന്നത്. 1.5 ടൺ ഭാരമുള്ള IBWയിൽ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പണും അല്ലെങ്കിൽ ചെറിയ വ്യാസമുള്ള ബോംബുകൾ പോലുള്ള കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. ഇത് ശത്രുവ്യോമ പ്രതിരോധങ്ങളെ അടിച്ചമർത്തുന്നതിനോ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിനോ സാധിക്കും. ഖദക് UCAV ഒരു മുന്നേറ്റമാണ് എങ്കിലും IAFന്റെ ദീർഘകാല അഭിലാഷം എന്ന് പറയുന്നത് സൂപ്പർ ക്രൂയിസ് ശേഷിയുള്ള ഒരു സൂപ്പർസോണിക് UCAV ആണ്. അതായത് ആഫ്റ്റർ ബേർണറുകൾ ഇല്ലാതെ സൂപ്പർസോണിക് പറക്കൽ. 4 ടണ്ണുള്ള ഒരു UCAV ആണ് IAFന്റെ ലക്ഷ്യം. റഷ്യയുടെ UCAV ആയ S-70 ഓക്കോട്നിക്കിന് 2.5 ടൺ IBW ആണ് ഉള്ളത്. അതുപോലെ തന്നെ അമേരിക്കയുടെ XQ-58 വാൽക്കറിക്ക് 1 ടണ്ണിൽ താഴെ ശേഷിയുള്ളൂ. ഇവയെല്ലാം പിന്നിലാക്കി 4 ടണ്ണുള്ള ഒരു UCAV ആണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെ ഈ 4 ടൺ IBW നേടുന്നതിന് 35,000 മുതൽ 40,000 കിലോഗ്രാം വരെ MTOW ആവശ്യമാണ്. ഇങ്ങനെ ഒരു UCAV വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സുഖോ 30 MKI അല്ലെങ്കിൽ F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ഒരു പോരാളിയാവും. ഇങ്ങനെ ഇത്രയും ഭീമാകാരമായ ഒരു UCAVക്ക് ശക്തി പകരുന്നതിനായി IAF പ്ലാൻ ചെയ്യുന്നത് ഇരട്ട എഞ്ചിനുകളാണ്. അതായത് നമ്മുടെ AMCIക്ക് വേണ്ടിയിട്ടുള്ള 110 KN എഞ്ചിന്റെ മറ്റൊരു വകഭേദമായ 73 KN എഞ്ചിനാണ് IAF പ്ലാൻ ചെയ്യുന്നത്. ഇവ നിലവിൽ റോൾസ് റോയ്സ് അല്ലെങ്കിൽ സഫ്രാനുമായി ചർച്ചയിലുമാണ്. ഇങ്ങനെ ഈ 73 KN ഇരട്ട എഞ്ചിൻ എത്തുമ്പോൾ 146 KN ഈ സംയോജിത ട്രൈ ത്രസ്റ്റ് ഉപയോഗിച്ച് UCAVകൾക്ക് സാധാരണമായി 0.25 മുതൽ 0.45 വരെ ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതം കൈവരിക്കാൻ കഴിയും. ഇങ്ങനെ ഇന്ധനക്ഷമത നിലനിർത്തിക്കൊണ്ട് മാക് 1.2 കൂടുതൽ വേഗതയിൽ ഇതിനെ സൂപ്പർ ക്രൂയിസ് സാധ്യമാക്കുന്നു. ഇങ്ങനെ ഇതുമൂലം UCAVക്ക് ശത്രുതാപരമായ വ്യോമാതിർത്തിയിലേക്ക് ആഴത്തിൽ തുളച്ചു കയറാനും ഹ്രസ്വമായി സഞ്ചരിക്കാനും 4 ടൺ പേലോഡ് ഉപയോഗിച്ച് വിനാശകരമായ സ്ട്രൈക്കുകൾ നടത്താനും സാധിക്കും. ഒന്നിലധികം SAAWകൾ, ആസ്ട്ര മിസൈലുകൾ അല്ലെങ്കിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾ പോലും വഹിക്കാൻ ഇതിന് സാധിക്കും. ഇങ്ങനെ അമേരിക്കയും റഷ്യയും വരെ പിന്നിലാക്കി 4 ടൺ IBW ഉള്ള ഒരു UCAV ആണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. 2035-2040 ഇന്ത്യയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആർമഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് അഥവാ AVNL റഷ്യൻ പ്രതിരോധ സ്ഥാപനങ്ങളായ റോസോബോണോ എക്സ്പോർട്ട്, ഹൈ പ്രിസിഷൻ സിസ്റ്റംസ് എന്നിവയായി വമ്പൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചെന്നൈയിലെ ആവടിയിലുള്ള AVNLന്റെ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി പർവ്വത അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയുടെ അതുല്യമായ പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി റഷ്യൻ ഡിസൈൻ തയ്യാറാക്കാനുള്ള ശ്രമത്തിനാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഇവരുടെ ഈ ഒരു സംരംഭം സൊരാവർ ലൈറ്റ് ടാങ്കുമായി നേരിട്ട് മത്സരിക്കുന്നു. അതായത് ഇന്ത്യയുടെ DRDOയും L&Tയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ടാങ്കാണ് സൊരാവർ ലൈറ്റ് ടാങ്ക്. ഈ 2S25 സ്പ്രെഡ് SD എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വോൾഗോഗ്രാഡ് ട്രാക്ടർ പ്ലാന്റ് റഷ്യയുടെ വ്യോമസേനയ്ക്കായി ആദ്യം രൂപകൽപ്പന ചെയ്ത ഒരു സ്വയം പ്രൊപ്പൽഡ് ആന്റി ടാങ്ക് തോക്കാണിത്.
ഇന്ത്യയുടെ T-19 പ്രധാന യുദ്ധ ടാങ്കിലെ ആയുധത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ആയുധമാണ് ഇതും. എന്നാൽ ഇത് വളരെ ഭാരം കുറഞ്ഞ 18 ടൺ ചേസിസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ശക്തമായ 125 mm സ്മൂത്ത് ബോർ തോക്കാണ് ഇത്. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഇതിൽ ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളുമായി സംയോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. AVNലും മറ്റൊരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഒപ്റ്റൽ ലിമിറ്റഡും ഈ പദ്ധതിയുടെ ഭൂരിഭാഗം ഓഹരികളും കൈവശം വെക്കുകയും പദ്ധതിയുടെ മേൽ ഇന്ത്യയുടെ നിയന്ത്രണം ഉറപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞു. തുടക്കത്തിൽ ഈ ഏറ്റവും പുതിയ സ്പ്രട്ട് SDM-1 വേരിയന്റ് ഉൾപ്പെടെ അടിയന്തരമായി വാങ്ങുന്നത് ഇന്ത്യ പരിഗണിച്ചിരുന്നു. എന്നാൽ പിന്നീട് മേക്ക് ഇൻ നിയമങ്ങൾ പ്രകാരം തദ്ദേശീയമായ വികസനം ഇന്ത്യ തിരഞ്ഞെടുക്കുകയായിരുന്നു. 2024 ജൂലൈയിൽ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയ DRDO L&T സൊരാവർ പ്രാരംഭ നാഴികക്കല്ലുകൾ പിന്നിട്ട് കഴിഞ്ഞു. 59 യൂണിറ്റുകൾക്കുള്ള പ്രാഥമിക ഓർഡറും നേടി. സൊരാവറിനായിട്ടുള്ള പരീക്ഷണങ്ങൾ നിലവിൽ മരുഭൂമിയിലും ഉയർന്ന ഉയരത്തിലുള്ള സാഹചര്യങ്ങളും നടക്കുന്നുമുണ്ട്. ശേഷിക്കുന്ന 295 ടാങ്കുകൾക്കായുള്ള മത്സരം ഇപ്പോഴുമുണ്ട്. സൊരാവറിന് ഏകദേശം 25 ടൺ ഭാരമുണ്ട്. കൂടാതെ 105 mm മെയിൻ ഗൺ സജ്ജീകരിച്ചിട്ടുമുണ്ട്. ഇത് മോഡുലാർ ഡിസൈൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജനം, ഉയർന്ന തോതിലുള്ള തദ്ദേശീയ ഉള്ളടക്കം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. 760 HP കമ്മിൻസ് എഞ്ചിനാണ് ഇതിന് കരുത്തു പകരുന്നത്. ഇത് ഏകദേശം 30 HP അല്ലെങ്കിൽ ടൺ പവർ ടു വെയിറ്റ് അനുപാതമാണ് നൽകുന്നത്. ഇതിന് വിപരീതമായി 510 HP എഞ്ചിനുള്ള 18 ടൺ ഭാരമുള്ള സ്പ്രട്ട് SD-8 ഏകദേശം 27 HP ആണ് കരുത്ത് നൽകുന്നത്. എന്നാൽ എളുപ്പത്തിലുള്ള ഇതിന്റെ ദ്രുത വിന്യാസം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത തന്നെയാണ്. എങ്കിലും സ്പ്രട്ടിന്റെ താരതമ്യേന ഭാരം കുറഞ്ഞ കവചവും പഴയ അടിസ്ഥാന രൂപകൽപ്പനയും ഇതിന്റെ പോരായ്മകളായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. വിദേശ നിർമ്മാതാക്കളുമായി പങ്കാളിത്തമുള്ള കല്യാണി ഗ്രൂപ്പ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റംസ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളും ഈ സുപ്രധാന പ്രതിരോധ കരാറിനായി മത്സരിക്കുന്നുമുണ്ട്. എന്നാൽ റഷ്യയുടെ ഈ ബേസ് സ്പ്രഡ് SD-യെ പറ്റി ധാരാളം ആശങ്കകളുമുണ്ട്. ഹെവി മെഷീൻ ഗൺ ഫയറിന് മാത്രം പര്യാപ്തമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ബേസ് സ്പ്രഡ് SD-യുടെ കവചം യുദ്ധക്കളത്തിലെ അതിജീവനത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക തന്നെയാണ്. ഇതിന് ധാരാളം നവീകരണങ്ങൾ ആവശ്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2020 ഗാൽവൻ വാലി മേഖലയിൽ ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിനിടെ എടുത്തു കാണിച്ച ഇതിന്റെ പ്രവർത്തന വിടവുകളിൽ നിന്നാണ് ഈ ലൈറ്റ് ടാങ്കിന്റെ അടിയന്തരാവസ്ഥ ഉടലെടുത്തത്. അവിടെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പർവ്വത യുദ്ധത്തിന് അനുയോജ്യമായ ചൈനയുടെ സ്വന്തം ടൈപ്പ് 15 ലൈറ്റ് ടാങ്കുകൾ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ AVNL വൻ നവീകരണത്തോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലൈറ്റ് ടാങ്കിന് വേണ്ടിയിട്ട് റഷ്യയുടെ സ്പ്രട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. ഉയർന്ന ഉയരത്തിലുള്ള യുദ്ധത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 295 പുതിയ ലൈറ്റ് ടാങ്കുകൾക്കായുള്ള ഇന്ത്യയുടെ സംഭരണ പ്രക്രിയയിൽ മത്സരിക്കുക എന്നതാണ് ഇവർ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. റഷ്യയുടെ 2S-25 സ്പ്രട്ട് SD ലൈറ്റ് ടാങ്കിനെ പ്രത്യേകം പരിഷ്കരിച്ച പതിപ്പും L&Tയും DRDOയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൊരാവർ ലൈറ്റ് ടാങ്കും ഇപ്പോൾ നേരിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.